ഹലോ, വെൽക്കം ടു അവർ ചാനൽ ദിശ മലയാളി യൂട്യൂബ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കണ്ടെഴുതാൻ എല്ലാവർക്കും അറിയില്ല, എത്ര പ്രത്യേകിച്ച് എന്താ പറയാൻ, അതായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മെയിനായിട്ട് ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്ക് ഈ ഡാർക്ക് സർക്കിൾസൊക്കെ കവർ ചെയ്തിട്ട് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് എങ്ങനെ നമുക്ക് കണ്ണെഴുതാം, അല്ലെങ്കിൽ നമുക്ക് ഐസ് എങ്ങനെ നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക, എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ കണ്ണിൻ്റെ താഴെയുള്ള ആ ഒരു ഏരിയ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആയിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിപ്പോൾ അണ്ടർ ഐ ക്രീമോ അല്ലെങ്കിൽ മോയ്സ്ചറൈസറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ അത് നമ്മുടെ ആ ഒരു കണ്ണിൻ്റെ ആ ഒരു ചുറ്റിനുമുള്ള ഏരിയ ഹൈഡ്രേറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിവിടെ ഫസ്റ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് കറക്റ്ററാണ്. അപ്പോൾ ഇത് എല്ലാ ഗേളിൻ്റെ ഓറഞ്ച് കറക്റ്ററാണ്. അപ്പോൾ നമുക്ക് നല്ല ഡീപ്പായിട്ടുള്ള ഡാർക്ക് സർക്കിൾസോ അല്ലെങ്കിൽ ഡാർക്ക് സ്പോട്ട്സോ പിഗ്മെൻറ്റേഷനോ ഒക്കെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മൾ കൺസീലർ ഇടുന്നതിന് മുന്നേ ആയിട്ട് ഒരു ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്ത് അത് സെറ്റായി അതിൻ്റെ പുറമേ ആയിട്ട് നമ്മൾ കൺസീലർ ഇടുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രേ ആയിട്ട് അത് എടുത്ത് കാണിക്കാതെ മൊത്തത്തിൽ കവർ ചെയ്ത് ആ ഒരു അതിനെ നന്നായിട്ട് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഓറഞ്ച് കറക്റ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് എവിടെയാണോ, ഞാനിപ്പോൾ ഡാർക്ക് സർക്കിൾസിന് ചുറ്റുമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ ചുണ്ട് ഈ മൗത്തിന് ചുറ്റുമൊക്കെ ഇങ്ങനെ പിഗ്മെൻറ്റേഷൻ ഉണ്ടാവില്ല, അവിടെയൊക്കെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക. ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ അതിങ്ങനെ ആ ഒരു ഓറഞ്ച് കളർ ഇങ്ങനെ എടുത്ത് കാണിക്കും. അത് കാരണം ഭയങ്കര ശ്രദ്ധിച്ച് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി മാത്രം ഇട്ടിട്ട് ബ്രഷ് വെച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. ഇനി നമ്മൾ അടുത്തതായിട്ട് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കൺസീലറാണ്. അപ്പോൾ ഞാനിവിടെ സെയിം LA ഗേളിൻ്റെ പ്രോ കൺസീലർ, ഇതിൻ്റെ ഷെയ്ഡ് ഫോണാണ്. അപ്പോൾ എൻ്റെ സെയിം സ്കിൻ ടോൺ ഉള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഫോൺ എടുക്കാവുന്നതാണ്. ഫോൺ എന്ന് പറയുന്ന ഷെയ്ഡ് എടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ ടോണിനനുസരിച്ച് വേണം ഷെയ്ഡ് ചൂസ് ചെയ്യാനായിട്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ കൺസീലർ നമ്മൾ നേരത്തെ ഓറഞ്ച് കറക്റ്റ് അപ്ലൈ ചെയ്തില്ലേ, അവിടെ തന്നെ കൺസീലറും ഇതുപോലെ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓറഞ്ച് കറക്റ്റർ ഇട്ടിട്ട് ഉടനെ തന്നെ കൺസീലർ ഇടരുത്, അതൊന്ന് സെറ്റ് ആയതിനു ശേഷം വേണം നമ്മൾ കൺസീലർ ഇടാൻ, അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ട് ഒരു മൊത്തത്തിലൊരു ഓറഞ്ച് മയം പോലെ ഇരിക്കും. അപ്പോൾ ഈ ഓറഞ്ച് കറക്റ്റർ ചെയ്തിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. ആ സമയം നമുക്കിപ്പോൾ ലിപ് ബാം ഇടാം, ഐബ്രോസ് ഒക്കെ ശരിയാക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കൺസീലർ ഇട്ട് കൊടുക്കുക. ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പതിയെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ബ്ലെൻഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒരു കൂടുതലുള്ള ഏരിയ ഇങ്ങനെ താഴേക്കുള്ള സ്കിന്നിലേക്ക് അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് എവിടെയാണോ നല്ല കവറേജ് ആവശ്യം അവിടെ അത് നന്നായിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് ബാക്കിയുള്ളത് ഇങ്ങനെ താഴേക്ക് ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ സെയിം സ്കിൻ ടോണിലുള്ള കൺസീലർ ചൂസ് ചെയ്യുമ്പോൾ നമുക്കത് ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് വരും. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ കുറച്ചൊരു എടുത്തറിയും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വൈറ്റ് വാഷ് അടിച്ച പോലെ ആ ഒരു ഏരിയ ഇങ്ങനെ ഇരിക്കും. ഇപ്പം കറക്റ്റ് നമ്മുടെ സ്കിൻ ടോണിലുള്ള കൺസീലർ ചൂസ് ചെയ്യാൻ മറക്കല്ലേ. എനിക്ക് ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടെ കവറേജ് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് കൺസീലറൂടെ അവിടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഈ ബ്യൂട്ടി സ്പോഞ്ചൊക്കെ വെച്ച് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് എന്താ പറയുക, കുറേ കൺസീലർ ഈ സ്പോഞ്ച് തന്നെ അങ്ങ് വലിച്ചെടുക്കും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര കവറേജ് കിട്ടണമെന്നില്ല. ഏറ്റവും നല്ലത് ബ്രഷോ അല്ലെങ്കിൽ നമ്മുടെ ഫിംഗറോ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. എനിക്കിഷ്ടം ബ്രഷ് വെച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ നമ്മൾ ഇടുന്ന കൺസീലർ തുടച്ച് മാറ്റുക എന്നുള്ളതല്ല, അത് മാക്സിമം ആ ഒരു എന്താ പറയുക ഡാർക്ക്നെസ് ഇങ്ങനെ കവറാക്കിക്കൊണ്ട് വരിക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് ഇങ്ങനെ ബ്രഷ് വെച്ച് പതുക്കെ ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഈ ബ്ലെൻഡിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അത് കറക്റ്റായിട്ട് ചെയ്യണം. നല്ല ബ്രഷ് യൂസ് ചെയ്യണം, എങ്കിലൊക്കെ നമുക്കിത് കറക്റ്റുള്ള ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ കൺസീലറും ഓറഞ്ച് കറക്റ്ററും കൺസീലറും ഒക്കെ ചെയ്തതിന് ശേഷം അതൊന്ന് കവറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഷുഗറിൻ്റെ ഈ ഒരു സെറ്റിംഗ് പൗഡറാണ് ഞാൻ എടുക്കുന്നത്. ഇത് നല്ലൊരു സെറ്റിംഗ് പൗഡറാണ് കേട്ടോ. എനിക്കിതിൻ്റെ ഇഷ്ടമല്ലാത്ത കാര്യം ഇതിൻ്റെ ഒരു പാക്കേജാണ്. ഇത് സെറ്റിംഗ് പൗഡർ നമ്മളിതിപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ഇങ്ങനെ പുറത്തേക്ക് വരും. അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല. പിന്നെ അതിൻ്റെ ബോക്സ് ഭയങ്കര ചെറുതായിപ്പോയി. എന്നാലും പ്രോഡക്റ്റ് സെറ്റിംഗ് പൗഡർ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ
ഫ്ലഫി ബ്രഷ് ഉണ്ട്, അത് വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ആ ഒരു കൺസീലറൊക്കെ ചെയ്ത പോർഷനിലേക്ക് ഈ പൗഡർ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം അത് നന്നായിട്ട് അങ്ങോട്ട് സെറ്റായി കിട്ടും. എന്താ ഒരുപാട് ഓയിലി ആവാതെ നല്ല സെറ്റായിട്ട് ഇരിക്കാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ഇത് കണ്ടില്ലേ. അപ്പം ആദ്യം കുറച്ച് അപ്ലൈ ചെയ്തിട്ട് എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ തട്ടിക്കളഞ്ഞു കൊടുക്കുക ഇതുപോലെ, കണ്ടോ. ഞാനിതിപ്പോൾ കണ്ണിൻ്റെ ചുറ്റിനുള്ള ഏരിയയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് ഞാൻ ബാക്കി ഫേസിലേക്കും കൂടെ ചെയ്യും, അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ ഐസിൻ്റെ ആ ഒരു കാര്യം മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നുള്ളൂ. അപ്പോൾ അതേ സെറ്റിംഗ് പൗഡറും കൂടെ ഇട്ടപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ മേബിലിൻ്റെ ഈ ഒരു ലൂസ് പൗഡർ, ഇത് ടിൻറ്റഡ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഷെയ്ഡ് 30 മീഡിയം ഡീപ്പാണ്. അപ്പോൾ ഇതും കൂടെ കണ്ണിൻ്റെ താഴെയായിട്ട് ബ്രഷ് വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു കവറേജ് അവിടെ കിട്ടും. ഇതിനി അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങത്തില്ല. നമുക്കിതൊരു ഫുൾ ഡേ നമ്മുടെ ഐസിൻ്റെ ആ ഒരു പോർഷൻ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇരുന്നോളും. നമ്മൾ ചെയ്ത മേക്കപ്പ് സെറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇത് പിന്നീട് മാഞ്ഞു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാണ്. ഓക്കെ, അപ്പോൾ ലൂസ് പൗഡർ വെച്ചിട്ടും കൂടെ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ട് താഴെ, അതുപോലെ തന്നെ മേൾ പോർഷനിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി. ബ്രഷ് വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ആവശ്യമുള്ളത് മാത്രം അവിടെ വന്നിട്ട് ബാക്കിയുള്ളത് നമുക്ക് തട്ടിക്കളയാൻ പറ്റും. കണ്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ നമുക്കിപ്പോൾ ആ ഒരു ഡാർക്ക്നെസ് ഒക്കെ നന്നായിട്ട് കവറായി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കോമ്പാക്ട് പൗഡർ ഉണ്ടെങ്കിൽ അതായാലും മതി. ബ്രഷ് വെച്ചിട്ട് എടുത്തിട്ട് കണ്ട് താഴെയായിട്ട് ഇങ്ങനെ പതിയെ ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ കണ്ടില്ലേ, നമുക്ക് ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ അത് കവറായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിവിടെ കാജലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഷുഗറിൻ്റെ കാജലാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ല ഡീപ്പ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു അടിപൊളി കാജലാണ് കേട്ടോ. ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കാജലാണ്. അപ്പോൾ ഇത് കണ്ണിൻ്റെ താഴെയായിട്ട് എഴുതി കൊടുക്കുകയാണ്. ഇത്രയും ചെയ്തിട്ട് നമ്മൾ കണ്ണെഴുതുമ്പോഴത്തേക്ക് ഇപ്പോൾ കണ്ണിന് ചുറ്റും ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ണെഴുതുമ്പോഴും അത്രയും ഒരു ഭംഗി തോന്നിക്കത്തില്ല. അപ്പം നമ്മൾ ആ ഒരു ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ട് കണ്ണെഴുതി കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല രസമായിരിക്കും കാണാൻ. അപ്പോൾ ഇതുപോലെ കണ്ണെഴുതി കൊടുക്കുകയാണ്. എൻ്റെ ഉള്ളിലായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഐ ഷാഡോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ മാഴ്സിൻ്റെ ഈ ഒരു ഐ ഷാഡോ പാലറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഭയങ്കര ഹെവി ആയിട്ടൊന്നുമല്ല, ഒരു നല്ലൊരു ലൈറ്റ് ഷെയ്ഡ്, ഈ ഒരു ഷെയ്ഡാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അധികം എടുത്തറിയാത്ത രീതിയിൽ ഭയങ്കര നാച്ചുറലായിട്ട് തോന്നിക്കുന്ന രീതിയിൽ ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഐ ഷാഡോ കൂടെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഏത് ഷെയ്ഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ബ്രഷ് വെച്ചിട്ട്. ഐ ഷാഡോയും അപ്ലൈ ചെയ്തു. ഇനി കണ്ണിൻ്റെ മേലെയായിട്ട് തിന്നായിട്ടൊന്ന് എഴുതി കൊടുക്കുകയാണ്. സെയിം കാജൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഈ കാജൽ വെച്ചിട്ട് തന്നെ എഴുതുന്നതെന്ന് വെച്ചാൽ അത് നല്ല ഡീപ്പ് ബ്ലാക്കാണ്. അപ്പം രണ്ടും ഇപ്പം കണ്ണിൻ്റെ താഴെയും മേലും കൂടെ ആകുമ്പോഴത്തേക്കും കണ്ണ് കുറച്ചുകൂടെ ഇങ്ങനെ എടുത്ത് നിൽക്കും നമ്മുടെ ഫേസിൽ. അപ്പോൾ അത് നല്ലതാണ്. എന്താ പറയുക, ഇത് ഭയങ്കര തിക്കായിട്ടൊന്നുമല്ല, വളരെ തിന്നായിട്ടുള്ള ഒരു ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പം എൻ്റെ കണ്ണ് കുറച്ച് ചെറുതായതുകൊണ്ട് ഒരുപാട് വലുതായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് വൃത്തികേടായിരിക്കും. അത് കാരണം ഞാൻ കുറച്ചുകൂടെ തിന്നായിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഐലൈനർ വേണമെങ്കിൽ ഐലൈനർ എഴുതി കൊടുക്കാം. ഞാനിപ്പോൾ സെയിം കാജൽ വെച്ചിട്ട് തന്നെയാണ് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ അതേ കാജലൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മസ്കാര കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മെയ്ബിലിൻ്റെ ഈ ഒരു കൊളോസൽ മസ്കാരയാണ് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ ഒരു ഫേവറേറ്റ് മസ്കാരയാണ് കേട്ടോ. അപ്പോൾ ഈ മസ്കാര ഇടുമ്പോൾ നമ്മുടെ ഈ ഐലാഷസ് ഒക്കെ നല്ല വോളിമൈസിങ് ആയിട്ട് നല്ല വിടർന്ന് കണ്ണ് കുറച്ചുകൂടി ഇങ്ങനെ തുറന്ന പോലെ തോന്നിക്കും. അപ്പോൾ കൂടുതൽ നമ്മുടെ കണ്ണുകളെ ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മസ്കാര കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇടുമ്പോഴത്തേക്കും അടിപൊളിയായിരിക്കും. അപ്പോൾ മസ്കാര കൂടെ അത് നമ്മുടെ അപ്പർ ഐലാഷസിലും ലോവർ ഐലാഷസിലും ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇതേ കണ്ടില്ലേ, നമ്മൾ മസ്കാര ഇട്ട ഒരു കണ്ണും ഇടാത്ത കണ്ണും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ മനസ്സിലാവും. ഇത് കുറച്ചുകൂടെ ഒരു ഓപ്പൺ ആയിട്ട് തോന്നുന്നുണ്ട്, അതുപോലെ ഐലാഷസ് ഒക്കെ കുറച്ചുകൂടെ തിക്കായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ 2 കണ്ണിലും എഴുതി കൊടുത്തിട്ട് വരാം. അപ്പോൾ അതേ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തതിൽ നിന്നും ഇപ്പോഴുള്ള ഒരു ചേഞ്ച് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. ആ ഡാർക്ക് സർക്കിൾസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്തിട്ട് ഐസിനെ നല്ല ബ്യൂട്ടിഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കണ്ണുകൾ എഴുതാവുന്നതാണ്. കൂടുതൽ കണ്ണുകളെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടോ? നമുക്ക് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് കവർ ചെയ്തിട്ട് നല്ല രീതിയിൽ നമുക്ക് ഐസിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാനായിട്ട് പറ്റും. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ്. അധികം നമ്മളെന്താ പറയുക, ഐ ഷാഡോ ലുക്ക് അങ്ങനെയൊന്നും അല്ല. ഭയങ്കര സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് ഐസിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ടോപ്പിക് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ പറയാം, നമുക്കതും ചെയ്യാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.